ഓൺലൈൻ ബിസിനസ് എന്ന പേരിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും കേരളത്തിലെ ഓൺലൈൻ ബിസിനസിന്റെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു ഫ്ലോ തന്നെ മാറിയിരിക്കുകയാണ്. എന്താണ്, എവിടെ പോയി നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം? എല്ലാവരും പറ്റിക്കപ്പെട്ടവർ. ഞാൻ പണ്ട് ഓൺലൈൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കസ്റ്റമർക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ട അവർക്കത് മേടിക്കാൻ ഒരു മടിയില്ലായിരുന്നു. പണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2011 മുതൽ അന്ന് ഓൺലൈൻ ബിസിനസ് ഒന്നും അത്ര ഫേമസ് അല്ലാതിരുന്നിട്ട് പോലും നമ്മളൊരു പ്രൊഡക്റ്റ് കാണിച്ച് നിങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാം, നമ്മൾ ഒറിജിനൽ ആണെന്നൊക്കെ പറഞ്ഞ് ഒറിജിനൽ പ്രൊഡക്റ്റ് ഒക്കെ കാണിച്ച് കഴിയുമ്പോൾ ആർക്കും അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല. ഇന്ന് പ്രൊഡക്റ്റ് കാണിച്ച് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും COD. ഞാൻ ചോദിച്ചു COD ഓപ്ഷൻ നമുക്കില്ല, കാരണം COD ഓപ്ഷൻ ഇല്ല മാം. പക്ഷേ എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ജെന്യൂനിറ്റി കൊടുക്കുമ്പോഴാണ് ഇല്ല ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന്. ഈ ഇടയായിട്ട് എൻ്റെ അടുത്ത് വന്നതിൽ 90% കസ്റ്റമേഴ്സും പറ്റിക്കപ്പെട്ടവരാണ്. ആൻഡ് ദേ ആർ ടെല്ലിങ് ദർ സ്റ്റോറീസ്. അവർ സാധനം മേടിച്ചിട്ട് പൊട്ടിച്ചു നോക്കുമ്പോൾ ന്യൂസ് പേപ്പർ കിട്ടിയ കഥ, പൊട്ടിച്ചു നോക്കുമ്പോൾ പഴയ ഡ്രസ്സ് കിട്ടിയ കഥ, പൊട്ടിച്ചു നോക്കുമ്പോൾ ഒന്നും ഇല്ലാത്ത കഥ. അതായത് COD ഓപ്റ്റ് ചെയ്ത് വീട്ടിൽ വന്ന് തുറന്ന് നോക്കുമ്പോൾ പോലും സാധനം ഇല്ലാത്ത കഥ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു 999 റുപ്പീസിൻ്റെ ഒരു ഡ്രസ്സ് ഓൺലൈനിൽ കണ്ട് ഓർഡർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ആ മണ്ടത്തരം കാണിച്ചത്. എനിക്ക് ആ ഒരു സമയത്ത് സാധാരണ ഞാനിതൊക്കെ വളരെ ചിന്തിച്ച് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, കാരണം പേജിലൊക്കെ പോയി നോക്കി അവരെ ഒന്ന് വിളിച്ചൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അന്ന് എനിക്കറിയില്ല. ഐ ജസ്റ്റ് വെൻറ്റ്, ഒരു വെബ്സൈറ്റ് പോലെയൊക്കെ കണ്ടു, അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നത് 2 പഴയ സാരി. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം, നമ്മൾ നന്നായിട്ട് എല്ലാവരെയും സഹായിക്കാനൊന്നും നിന്നാൽ ബിസിനസ് നടക്കത്തില്ല. പക്ഷേ എങ്കിൽ പോലും ആ ചെയ്യുന്ന കാര്യത്തിനകത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് കാണിച്ചേ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ശരിക്കും കുട്ടി മാമ എന്ന് പറയുന്ന പോലെ ശരിക്കും മറ്റേ ഓൺലൈനിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഒരു കൗൺസിലിംഗ് സെഷൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ അവർക്ക് ട്രസ്റ്റ് കൊടുത്ത് വിശ്വാസം കൊടുത്ത് അവരുടെ കോൺഫിഡൻസ് വളർത്തി എൻ്റെ എന്നൊരു സാധനം മേടിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു കോൺഫിഡൻസും കൂടെ വളരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ എന്നിട്ട് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുക, ഒരു ഓൺലൈൻ ഓർഡറിൽ സ്കാം എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെ നോക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടൊക്കെയാണ് ഒരു ഓർഡറൊക്കെ പ്ലേസ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, എന്താണ് അവസ്ഥ?